വരുന്ന ഒരു വാർത്തയിലേക്ക്. എറണാകുളത്ത് നടന്ന വന്ദേ ഭാരത് ഉദ്ഘാടന ചടങ്ങിൽ RSS ഗണഗീതം. വന്ദേ ഭാരതിൽ കുട്ടികൾ ഗണഗീതം പാടുന്ന വീഡിയോ പങ്കുവച്ച് സദേൺ റെയിൽവേ. സദേൺ റെയിൽവേയുടെ ഔദ്യോഗിക പേജിലാണ് വീഡിയോ പങ്കുവച്ചത്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇലയും ഇതളും പൂവും മൊട്ടും ഇരുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ടു തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ, തഴച്ചു വളരുന്നുണ്ടിവിടെ. അടിമുടി സേവന വാസന വിതറിൽ അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സാൽ വിടർന്നിടുന്നു മുകുളങ്ങൾ, വിടർന്നിടുന്നു മുകുളങ്ങൾ. പവിത്രമദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. ഷമീർ അബ്ദുൾ ചേരുന്നു കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, ഈ സർക്കാരിന്റെ പരിപാടികളെല്ലാം ഈ തരത്തിൽ RSSന്റെ പരിപാടികളാക്കി മാറ്റുകയാണ്. രുചീഷ്, RSSന്റെ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പോലും ഇത്തരത്തിൽ RSS ഗണഗീതം പാടുന്നത്. അത് ഉദ്ഘാടനം നടന്ന തീവണ്ടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ കുട്ടികൾ ആ തീവണ്ടിക്കകത്തിരുന്ന ഒരു അധ്യാപിക ഉൾപ്പെടെ ഉണ്ടെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അവർ ആ ഗണഗീതം പാടുകയും അത് ചിത്രീകരിക്കുകയും ചിത്രീകരിച്ചിരിക്കുന്നത് സദേൺ റെയിൽവേ ആണ് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിനുശേഷം ഇത് സദേൺ റെയിൽവേയുടെ ഔദ്യോഗിക പേജിൽ ഇത് പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നു. സാധാരണ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു പരിപാടി, അത് ഗവൺമെന്റ് ഔദ്യോഗികമായി നടത്തുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിലാണ് ഇത്തരത്തിൽ RSS ഗണഗീതം പാടുകയും അത് സദേൺ റെയിൽവേ പോലുള്ള ഒരു സർക്കാർ സ്ഥാപനം അത് പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ നിലവിൽ വിവാദമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഈ ഗണഗീതം പാടുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പൊതുപ്രവർത്തകർ അടക്കമുള്ള ആളുകളാണ് ഈ ദൃശ്യങ്ങൾ സഹിതം പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇതിന് റെയിൽവേ മറുപടി പറയേണ്ടി വരും. സാധാരണയായി ഇത്തരം ഉദ്ഘാടന ചടങ്ങുകളിൽ ഇങ്ങനെ ഗണഗീതം പാടുന്നത് പതിവല്ല. എന്നാൽ പലയിടത്തും ഇപ്പോൾ ഇത്തരം കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടികളിൽ ഈ RSS അജണ്ട അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഗണഗീതം പാടിയത് എന്നൊരു ആക്ഷേപം കൂടി നിലവിലുണ്ട്. എന്തായാലും ഇത് ഏതെങ്കിലും കേന്ദ്ര വിദ്യാലയത്തിലെ കുട്ടികളായിരിക്കാം ഈ യാത്ര ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റെയിൽവേ പറയുന്നത്. റെയിൽവേ അന്വേഷിക്കുമ്പോൾ റെയിൽവേ പറയുന്നത് അത് ഏത് സ്കൂളിലെ കുട്ടികളാണെന്നുള്ള വ്യക്തമല്ല. പക്ഷേ അവരെ ഇതിനായി ട്രെയിൻ ചെയ്ത് അവിടെ കൊണ്ടുവരികയും ആ ഗണഗീതം അവിടെ പാടിപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇത് പങ്കുവച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റെയിൽവേ ആണ്. റെയിൽവേയുടെ സദേൺ റെയിൽവേ വിഭാഗമാണ് ഇത് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അത് പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. രുചീഷ്. ഷമീർ, ഇതൊരു സാധാരണ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തതുപോലെയല്ല, അത് വളരെ പ്ലാൻഡ് ആണ്. കാരണം ആ വീഡിയോ എടുത്തത് അറിയാം. അതോടൊപ്പം തന്നെ ഇതിന് ഈ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് സദേൺ റെയിൽവേയുടെ ഔദ്യോഗിക പേജ് തന്നെ ഇതിന് ദുരുപയോഗം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം പരിപാടികളിൽ സാധാരണയായി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് റെയിൽവേയുടെ ഈ പരിപാടിയിൽ സാധാരണ കുട്ടികൾ സഞ്ചരിക്കാറുണ്ട്. നേരത്തെയൊക്കെ തന്നെ ഈ വന്ദേ ഭാരത് ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ തന്നെ കുട്ടികൾ സഞ്ചരിക്കാറുണ്ട്. പ്രധാനമന്ത്രി തന്നെ കേരളത്തിലെത്തുകയും വന്ദേ ഭാരത് ഉദ്ഘാടന ചടങ്ങൊക്കെ നടത്തുകയും ചെയ്തതാണ്. പക്ഷേ ഈ എറണാകുളത്ത് നടന്ന പരിപാടി മുൻകൂട്ടി തീരുമാനിച്ചതുപോലെയാണ് ഇപ്പോൾ ഈ ഗണഗീതം, RSSന്റെ ഗണഗീതം ഈ തീവണ്ടിക്കുള്ളിൽ പാടിയിരിക്കുന്നത്. രുചീഷ് പറഞ്ഞതുപോലെ തന്നെ അത് കൃത്യമായി ക്രിയേറ്റ് ചെയ്ത് അത് വീഡിയോ എടുത്ത ശേഷം അത് സദേൺ റെയിൽവേ തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നേരത്തെ തന്നെ പലയിടങ്ങളിലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അത് ഇത്തരം ഗണഗീതം പാടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് റെയിൽവേ അല്ല മറ്റ് പരിപാടികളിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്തു. എന്നാൽ കേരളത്തിൽ നടക്കുന്ന ഒരു പരിപാടി, അത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്, അത് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു പരിപാടി നടക്കുമ്പോൾ അവിടെ RSS അജണ്ട കുത്തിക്കയറ്റുന്നതിൻ്റെ ഭാഗമായി മുൻകൂട്ടി ക്രിയേറ്റ് ചെയ്ത പോലെയാണ് ഇത്തരത്തിൽ ഒരു ഗാനം പാടുകയും അത് ബോധപൂർവം സദേൺ റെയിൽവേ അവരുടെ പേജിൽ പങ്കുവച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വിവാദം അത് ഇപ്പോൾ പലരും ഏറ്റെടുത്ത് കഴിഞ്ഞു. പലരും സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? അത് സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഇത്തരം ഗാനങ്ങൾ പാടുന്നതിനെതിരെ അത് പരാതിയായി ഉന്നയിക്കാൻ വരെ പല ആളുകളും
രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഗാനം പിൻവലിക്കാനും സദേൺ റെയിൽവേ തയ്യാറായിട്ടില്ല. അവരുടെ പേജിൽ ഏതാണ്ട് ഇട്ടിട്ട് 20 മിനിറ്റിലധികം ആകുന്നു ഇത് ഇട്ടത് ശേഷം. എന്തായാലും ഇതിപ്പോൾ നിലവിൽ വിവാദമായി മാറുകയാണ്. RSS അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ അതും കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിച്ച് അത് ഈ പേജിൽ ഔദ്യോഗിക പേജിൽ റെയിൽവേയുടെ ഔദ്യോഗിക പേജിൽ ഇടുകയും ചെയ്തിട്ടുള്ളത്. രുചീഷ്, ഷമീർ, നമ്മൾ നേരത്തെ കണ്ടു, നേരത്തെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ഇതുപോലെ ഗണഗീതം പാടിയത് കണ്ടു. അതിനുശേഷം പിന്നീട് ഗവർണർ സമാനമായി ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള ആ തരത്തിൽ സർക്കാരിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്ന സംബന്ധിച്ചുള്ള വിവാദങ്ങൾ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ RSSന്റെ അജണ്ട കൃത്യമായി ഓരോ പരിപാടികളിലും കൊണ്ടുവരാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് BJPയുടെ ഭാഗമായി ശ്രമിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്ന പദ്ധതിയിൽ കൂടി അത് കലർത്തുകയാണ്. തീർച്ചയായിട്ടും രുചീഷ് പറഞ്ഞതുപോലെ തന്നെ മുമ്പ് പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ RSS ഗാനങ്ങൾ പാടുകയും അത് വിവാദമാവുകയൊക്കെ ചെയ്ത സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഒരു വന്ദേ ഭാരത് തീവണ്ടി കേരളത്തിന് ലഭിക്കുന്നൊരു സാഹചര്യം, ആ തീവണ്ടി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നൊരു സാഹചര്യമുണ്ട്. അതും 8 മണിക്കൂർ കൊണ്ട് നമുക്ക് യാത്ര ചെയ്ത് ബാംഗ്ലൂരിൽ എത്താൻ കഴിയുന്നൊരു സാഹചര്യം. അവിടെ വലിയൊരു ഉദ്ഘാടന ചടങ്ങ് കേന്ദ്ര സർക്കാർ തന്നെ സംഘടിപ്പിക്കുന്നു. ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നു. ഇതിനുശേഷം ആ വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി തന്നെ ആ ട്രെയിനിലെത്തി, സുരേഷ് ഗോപി തന്നെ ട്രെയിനിലെത്തി കുട്ടികളെ കാണുന്നു, സംസാരിക്കുന്നു. അതിനുശേഷം അവരെല്ലാം പുറത്തു പോയ ശേഷം തീവണ്ടി മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് റെയിൽവേ തന്നെ ഇത്തരത്തിലൊരു ഗണഗീതം പാടുന്നത് ചിത്രീകരിക്കുകയും അത് മുഴുവനായി ചിത്രീകരിച്ച് റെയിൽവേയുടെ ഔദ്യോഗിക പേജിൽ ഇടുകയും ചെയ്തത്. എന്തായാലും റെയിൽവേയുമായി ബന്ധപ്പെടുമ്പോൾ ഇതിൻ്റെ വിശദീകരണം നൽകാൻ റെയിൽവേ തയ്യാറാകുന്നില്ല. അത് കുട്ടികൾ പാടി ഇട്ടു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് RSSന്റെ ഒരു ഗീതമാണ്. തുടരുക ഇപ്പോൾ.